നമസ്കാരം. 20th അവറാണ്. ആൺ സുഹൃത്തിനൊപ്പം പോയ കാമുകിയെ തടയാൻ യുവാവ് ഒരു കാറിന് മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. നിർത്താതെ പായുന്നുവാക്കുവാൻ ആ കാറിൽ നിന്ന് വീണ് അയാൾക്ക് ദാരുണാന്ത്യമാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം കടക്കാം. സ്വാഗതം 20th അവറിലേക്ക്. കാമുകി മറ്റൊരാൾക്കൊപ്പം കാറിൽ, ആ കാറിന്റെ മുകളിൽ കയറി യുവാവ്. നിർത്താതെ പാഞ്ഞ കാറിൽ നിന്ന് വീണ് യുവാവിന് ദാരുണാന്ത്യം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന സംഭവമാണ്. താദ്ദീപൻ സ്വദേശിയായിട്ടുള്ള പരംപ്രീത് സിംഗ് എന്ന യുവാവാണ് മരിച്ചത്. 34 വയസ്സാണ് അയാളുടെ പ്രായം. റായ്പൂരിലെ എയിംസ് ആശുപത്രി, അതിനു മുന്നിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണ്. ആ യുവതിയും ആൺ സുഹൃത്തും കാറിലെത്തിയതോടുകൂടിയാണ് ഈ തർക്കത്തിന് തുടക്കമായത് എന്നാണ് ആ കണ്ടുനിന്ന ആളുകൾ പറയുന്നത്. മറ്റൊരാണിന്റെ കൂടെ ആ കാമുകി എത്തിയപ്പോൾ അയാൾ ചോദ്യം ചെയ്തു. പരംപ്രീത് സിംഗും യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ആൺ സുഹൃത്തും തമ്മിൽ അങ്ങനെ വാക്കുതർക്കമായി. അങ്ങനെ യുവതി പെട്ടെന്ന് ആ കാറിൽ കയറി യാത്ര തുടരാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയാണ് കാമുകനായിട്ടുള്ള പരംപ്രീത് ആ കാറിന്റെ മുകളിലേക്ക് കയറുന്നത്. ആ കാറിന്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്ന കുറേയേറെ ദൂരം ആ കാർ നീങ്ങി. പക്ഷേ നിർത്താതെ അതിവേഗത്തിൽ തന്നെ ആ കാർ മുന്നോട്ട് പാഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ആ കാറിന്റെ മുകളിൽ നിന്ന് ഈ പരംപ്രീത് എന്ന ആ യുവാവ് തെറിച്ച് റോഡിലേക്ക് വീണു. ആ വാഹനം അയാളുടെ ദേഹത്തൂടെ കയറിയിറങ്ങി. നിർത്താതെ പോയി ആ കാറ്. ശരീരത്തിലൂടെ കയറിയിറങ്ങി എന്ന് അറിഞ്ഞിട്ടും ആ കാർ ഓടിച്ചയാൾ ആ വണ്ടി നിർത്താനോ അയാളെ ആശുപത്രിയിലാക്കാനോ ശ്രമിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് കാണാം ആദ്യം ദൃശ്യങ്ങളൊപ്പം പോലീസ് പറയുന്നത്. थाना आमाना को एक सूचना प्राप्त हुई थी कि यहाँ एक एक्सीडेंट के होने से एक व्यक्ति की मृत्यु हो गई है, जिस पर से घटनास्थल निरीक्षण किया गया और साथ में वहाँ के सीसीटीवी फुटेज का भी अवलोकन किया गया। पूरा घटना देखने से ये समझ में आया कि मृतक परमप्रीत की भरत मंगनानी के साथ में विवाद हुआ था। विवाद के बाद वह कार से टक्कर मारने का प्रयास किया है, जिससे मृतक जो है कार की छत पे चढ़ गया था और उसे तेज़ी से कार चलाते हुए लगभग 200 मीटर तक वो आगे ले गया है और उस दौरान कार से गिरने के बाद भी उसके ऊपर कार चढ़ाकर उसकी मृत्यु कारित की है। और इस दुर्घटना के कारण ही उसकी मृत्यु होना पाए जाने से प्रथम दृष्टया हत्यात्मक प्रकृति का होने से इसमें अपराध पंजीबद्ध करके विवेचना में. റായ്പൂരിനടുത്തുള്ള ദുർഗ സ്ഥലം, അവിടെയുള്ള ഭരത് മംഗനാനി എന്ന ആളുമായിട്ടാണ് ഈ പരംപ്രീത് തർക്കിച്ചത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒപ്പം സംഭവ സ്ഥലത്ത് ലഭിച്ച മറ്റ് തെളിവുകളുമൊക്കെ അടിസ്ഥാനമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ആ യുവതിയുടെ മൊഴി തന്നെയാണ് അതിൽ പ്രധാനം. ഈ കേസിൽ ഒളിവിൽ പോയ മുഖ്യപ്രതി ഭരത് മംഗനാനിയെ പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് അന്വേഷണ സംഘം ശേഖരിക്കുന്നു, അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ദൃക്സാക്ഷികളിൽ നിന്നും മൊഴിയെടുക്കുന്നു. എന്നാലും ഒരു യുവാവ് തൻ്റെ കാമുകിയോടുള്ള ഒരു പക്ഷേ പൊസസീവ്നെസ് എന്നൊക്കെ പറയാം, അതായിരിക്കാം കാരണം. ആ മറ്റൊരു ആണിൻ്റെ കൂടെ ആ പെൺകുട്ടി പോയി എന്നതിൻ്റെ പേരിൽ തർക്കമുണ്ടാവുകയും പിന്നീട് കാറിന് മുകളിൽ വളരെ സാഹസികമായി യാത്ര ചെയ്യുകയും ഒടുവിൽ ആ ജീവൻ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.